ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്ന് ഞാനേ ഒരു യോഗോട്ട് കേക്ക് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ. പിള്ളേർക്ക് ലീവാണ്, എനിക്ക് മാനുവൽ ലീവാണ്. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് ഞാൻ 1 കപ്പ് നമ്മുടെ ഗ്രീക്ക് യോഗോട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ 3 മുട്ട ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പോകാം കേട്ടോ. അപ്പോൾ പിള്ളേർക്കാണെങ്കിൽ ഒത്തിരി ഇഷ്ടമാണ് ഈ യോഗേർട്ട് കേക്ക്. അപ്പം ഞാൻ കുക്കിങ്ങിന് വലിയ പെർഫെക്ഷനിസ്റ്റൊന്നും അല്ല. സത്യം പറഞ്ഞാൽ കുക്കിങ്ങാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റ്. ഭയങ്കര മടിയാണ്. എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുമെന്നല്ലാതെ വലിയ ഇതായിട്ടൊന്നും ചെയ്യാറില്ല കേട്ടോ ഞാൻ. പക്ഷേ ഈ യോഗേർട്ട് കേക്ക് എനിക്കത് ഭയങ്കരമായിട്ട് ഞാൻ എവിടെയോ ടേസ്റ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിള്ളേർക്ക് ഇഷ്ടമാവുമല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ നമ്മുടെ ഫ്ലോർ ആഡ് ചെയ്യാണ് കേട്ടോ. അത് നന്നായിട്ട് നമ്മുടെ അരിപ്പ വെച്ച് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ചെറിയ തരികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ട്. കാരണം കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ് ഞാൻ യൂട്യൂബിൽ കണ്ടത്. അപ്പോൾ അതനുസരിച്ചാണ് ഞാനും ചെയ്യുന്നത്. പിന്നെ അക്കൂട്ടത്തിൽ ഒരു സ്പൂണ്, ഒരു ഹാഫ് സ്പൂണാണ് കേട്ടോ ഞാനിട്ട് നമ്മുടെ കോൺഫ്ലോർ ഇത് വിട്ടിട്ട്, പിന്നെ ഒരു ലെമണിൻ്റെ പകുതി ലെമൺ കുറച്ചൊന്ന് അതിൻ്റെ ഒരു നീരൂടെ എടുക്കുന്നു കേട്ടോ. നമ്മുടെ ലെമണിൻ്റെ നീര് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചേർത്തിട്ടാണ്. പിന്നെ ഇക്കൂട്ടത്തിൽ നമ്മുടെ വാനില എസൻസ്, നമുക്ക് പൈനാപ്പിൾ എസൻസ് എന്ത് എസൻസ് വേണേലും ചേർക്കാം. ഞാൻ നേരത്തെ ഒരു പൈനാപ്പിൾ ട്രൈ ചെയ്തായിരുന്നു, എനിക്കത് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഇത്തവണ വാനിലയാക്കി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് വാനില ഒഴിച്ചത് കേട്ടോ. ഇനി ഇതെല്ലാം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് എഗെയിൻ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. സോ ഇപ്പം ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ യോഗട്ട്, 3 മുട്ട, പിന്നെ കോൺഫ്ലോർ ഒരു ഹാഫ് സ്പൂണ്, പിന്നെ ഫ്ലോറ്, പിന്നെ നമ്മുടെ നാരങ്ങ നീര്, വനില എസൻസ്, ഇത്രയാണ് കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് അക്കൂട്ടത്തിൽ നമുക്ക് 1 കപ്പ് ഷുഗർ ഇടാം. എൻ്റെ കയ്യിൽ ബ്രൗൺ ഷുഗറേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അതിട്ടതാണ്. പിന്നെ വേറൊന്ന് വെച്ചാൽ നമുക്കിത് നന്നായിട്ട് ഈ ഷുഗർ ഇടുന്നതിന് മുന്നേ നന്നായിട്ടത് പൊടിച്ചിട്ടിടാം. പക്ഷെ ഞാനത് ഇങ്ങനെ ഇട്ടതിന് ശേഷമാണ് പൊടിച്ചിട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്നൊന്ന് അലിയുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ പൊടിച്ചിട്ടാൽ പെട്ടെന്നങ്ങ് അലിഞ്ഞ് ചേരും കേട്ടോ. ഓക്കെ, അങ്ങനെ ബീറ്റ് ചെയ്ത് റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ഞാനിത് നമ്മുടെ എയർ ഫ്രൈയാണ് വെച്ചത് കേട്ടോ, ബേക്ക് ചെയ്തെടുത്തത്. ആദ്യം ഒരു 3 മിനിറ്റ്സ് ഞാൻ ഒന്ന് നമ്മുടെ പ്രീ ഹീറ്റിന് വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചു, ഒരു 3 മിനിറ്റ്സ്. അതിനുശേഷം നമ്മുടെ എയർ ഫ്രയറിൽ വെക്കുന്ന നമ്മുടെ പേപ്പറിലെ അതിലോട്ടാണ് ഞാനിത് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. അതിനുശേഷം ഒരു 170 ഡിഗ്രിയിൽ ഞാനൊരു 30 മിനിറ്റ്സ് വയ്ക്കുന്നുണ്ട് കേട്ടോ. കാരണം ലാസ്റ്റ് ഞാൻ ചെയ്തപ്പോൾ ഒരു 25 മിനിറ്റ്സിന് വെച്ചപ്പോൾ എനിക്ക് ശരിക്കൊന്നും വന്നില്ല. അതുകൊണ്ട് ഇത്തവണ ഒരു 30 മിനിറ്റ്സിൽ വെച്ചൊരു 5 മിനിറ്റ്സോടെ. അപ്പോൾ നമുക്കിനി വെയിറ്റ് ചെയ്യാം. കേക്ക് കണ്ടാൽ വലിയ ഷേപ്പൊന്നും ഇല്ല എന്ന് വിചാരിച്ച് ആരും കളിയാക്കരുത്. പക്ഷേ ടേസ്റ്റ് അപാരമാണ് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട്, നല്ല പഫി ആൻഡ് സോഫ്റ്റായിട്ടാണ് വന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. പെട്ടെന്ന് ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വേറെ ഒന്നും ചേരുവയൊന്നും അധികം ഇല്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മളെപ്പോലെ ഉഡായിപ്പായിട്ട് ഉണ്ടാക്കുന്നില്ലേ, പിള്ളേരെ പറ്റിക്കാനായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നെപ്പോലെയുള്ള ആൾക്കാർക്ക് ഏറ്റവും പറ്റിയതാട്ടോ ഇത്. എൻ്റെ പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, എനിക്കത് ഇഷ്ടപ്പെട്ടു. അത്രയ്ക്ക് സോഫ്റ്റായിരുന്നു. എനിക്കതിന് അത്ഭുതം, ഞാൻ ഇത്രയും നന്നായിട്ട് ഉണ്ടാക്കിയില്ലെന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.